കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കുമ്പളങ്ങി ടൂറിസം ഓണാഘോഷം സമാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയിലും ചെല്ലാനത്തും മത്സ്യബന്ധന മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സഹായങ്ങൾ നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള കുമ്പളങ്ങി ടൂറിസം ഓണാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ഥലമാണ് കുമ്പളങ്ങി. ടൂറിസം വില്ലേജ് എന്ന് പറയുന്നത് കുമ്പളങ്ങിയുടെ ടൂറിസം ലോകപ്രസിദ്ധമാണ്. ആ ഒരു മണ്ണിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫിഷറീസ് മേഖല കൂടിയാണ്. അപ്പോ ഫിഷറീസ് വകുപ്പിനും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കുമ്പളങ്ങി. ചെല്ലാനവും തൊട്ടടുത്ത് കിടക്കുന്ന ചെല്ലാനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ രാവിലെ ബഹുമാനപ്പെട്ട MLA കണ്ടപ്പോൾ സൂചിപ്പിച്ചു, ചെല്ലാനത്ത് ഹാർബറുമായി ബന്ധപ്പെട്ട പണികൾ പൂർത്തിയായി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത മാസം നിർവഹിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ ഫിഷറീസ് മേഖലയിൽ അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചു, റോഡുകളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗിന് കുറച്ച് റോഡുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചില റോഡുകളുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ നവീകരണം നടത്തണം എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ട്. തീർച്ചയായിട്ടും കൊച്ചി നിയോജക മണ്ഡലമായി പ്രത്യേകമായി ഒരു ബന്ധമുള്ള ആളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും കൊച്ചിയുടെ അത്തരം കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന ഉണ്ടാകും എന്ന് പറയാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം മുഹമ്മദ് ഷിയാസ് MLA നിർവഹിച്ചു. പരിപാടി ഇതേ രീതിയിൽ 4 ദിവസക്കാലം മുന്നോട്ട് കൊണ്ടുപോയി അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കറിയാം, ഇതൊരു ഗ്രാമീണ ടൂറിസം വില്ലേജ് കൂടിയാണ്. പ്രത്യേകിച്ചും ഓണം പോലുള്ള ഒരു ദേശീയോത്സവം നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ശിവദത്തൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോൺ പഴേരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടെസി ജേക്കബ്, ഗോപി കാരക്കോടത്ത്, പ്രോഗ്രാം കോർഡിനേറ്റർ അനഘ ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ KV സാബു, ഷെർമി ജോഷി, മേരി ജിൻസ, പീറ്റർ ലാലൻ, ടോജി തോമസ്, ഷെബിൻ ജോർജ്, ജസി വർഗീസ്, ആന്റണി KS, ജാസ്മിൻ രാജേഷ്, ഷീല സേവ്യർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീജ സേവ്യർ, ഡെസ്റ്റിനേഷൻ കമ്മിറ്റി കൺവീനർ സർജിൽ പുഴയോരം, ആന്റോ ആന്റണി, അർഫത്ത് അബൂബക്കർ, TP ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. 4 ദിവസമായി ആരംഭിച്ച പരിപാടിയിൽ പൂക്കള മത്സരം, കയാക്കിംഗ് കോമ്പറ്റീഷൻ, വടംവലി, തിരുവാതിര തുടങ്ങിയ മത്സരങ്ങളും DTPC സ്പോൺസർ ചെയ്ത RK ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ വേദി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാർക്ക് തൊട്ട് അടുത്ത് അപ്പുറത്താണ് ചെയ്യേണ്ടിയിരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പ്രത്യേകം പന്തലിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇതിനുശേഷമാണെങ്കിൽ വലിയ DTPCയുടെ നേതൃത്വത്തിലുള്ള നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഇവിടെ നടക്കുകയാണ്. ഞങ്ങളുടെ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ്. ഇന്ത്യയിലെ മാതൃക ടൂറിസം വില്ലേജ് എന്ന നിലയിൽ 2000-2005 കാലഘട്ടത്തിലാണ് ഇതിന്റെ ഭാഗമായി പാർക്കും പരിസരവും ദീപാലങ്കാരം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.